രണ്ട് അതിർത്തികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ സജ്ജമാണോ? വെറും ചോദ്യമല്ലത്. ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പുതിയ മുഖത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 2026 കേന്ദ്ര ബജറ്റ് പുറത്തു വരുമ്പോൾ ലോകശക്തികൾ അമ്പരപ്പിലാണ്. 7.85 ലക്ഷം കോടി രൂപ. അതെ, ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ 15% വമ്പൻ കുതിച്ചുചാട്ടം. ഇത് വെറുമൊരു കണക്കല്ല, ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനാണ്. ഫ്രഞ്ച് റഫാൽ മുതൽ റഷ്യൻ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെ, സമുദ്രത്തിനടിയിലെ നിശബ്ദ കൊലയാളികളായ സബ്മറൈനുകൾ മുതൽ ആളില്ലാ ഡ്രോൺ ബോട്ടുകൾ വരെ, ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയാകാനാണ്. എന്താണ് ഇന്ത്യയുടെ ഈ രഹസ്യ നീക്കങ്ങൾ? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആകാശ അതിർത്തികൾ ഇനി സുരക്ഷിതം മാത്രമല്ല, അജയ്യവുമാണ്. 3.25 ലക്ഷം കോടി രൂപയുടെ ചരിത്രപരമായ കരാറിലൂടെ 114 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മുടെ മണ്ണിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതുകൊണ്ടും തീർന്നില്ല. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ റഷ്യയുടെ Su-57 ഇന്ത്യ സ്വന്തമാക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച ശത്രുപാളയത്തിൽ ബോംബിടാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ എത്തുന്നതോടെ ഏഷ്യയിലെ വ്യോമശക്തിയുടെ തുലാസ് ഇന്ത്യയുടെ വശത്തേക്ക് ചായും. ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിവേഗ ആക്രമണങ്ങൾക്കും പ്രതിരോധത്തിനുമായി സൈന്യത്തെ അടിമുടി പരിഷ്കരിക്കുകയാണ് മോദി സർക്കാർ. തീർന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ ഇന്ത്യ ഒരുക്കുന്ന കെണി അതിശയിപ്പിക്കുന്നതാണ്. 70,000 കോടി രൂപയുടെ പ്രൊജക്ട്. 75 പ്രകാരം ജർമ്മനിയുടെ സഹകരണത്തോടെ 6 അത്യാധുനിക മുങ്ങിക്കപ്പലുകൾ മസഗോൺ ഡോക്കിൽ നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതിലെ AAP സാങ്കേതിക വിദ്യയാണ്. ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഈ സബ്മറൈനുകൾക്ക് സാധിക്കും. ശത്രു കപ്പലുകൾ അറിയാതെ തന്നെ അവയെ തകർക്കാൻ ശേഷിയുള്ള നിശബ്ദ കൊലയാളികളുമാണ് ഇവ. കൂടാതെ പൂനെ ആസ്ഥാനമായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ച അൺമാൻഡ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ നാവികസേന ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യും. മനുഷ്യ സഹായമില്ലാതെ കടലിൽ പെട്രോളിംഗ് നടത്താനും ആക്രമണം തൊടുത്തുവിടാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. ടെക്നോളജിയിൽ ഇന്ത്യ എത്രത്തോളം മുന്നിലെത്തി എന്നതിന്റെ തെളിവാണിത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി മാറി. ബ്രഹ്മോസ് മിസൈലുകളും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 23,600 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. പ്രതിരോധ ഉൽപ്പാദനം 1.54 ലക്ഷം കോടി രൂപ എന്ന സർവ്വകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്നു. സ്വകാര്യ മേഖലയ്ക്കും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ കരുത്ത് പകരാൻ വിമാനഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ സർക്കാർ ഒഴിവാക്കി. ഇതിന്റെ അർത്ഥം വരും വർഷങ്ങളിൽ ഇന്ത്യ ആഗോള പ്രതിരോധ നിർമ്മാണത്തിന്റെ ഹബ്ബായി മാറുമെന്നാണ്. ഭാരതം ഇന്ന് പ്രതിരോധത്തിലല്ല, മറിച്ച് മുന്നേറ്റത്തിലാണ്. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും മുൻകൂട്ടി കണ്ട് തകർക്കാൻ ശേഷിയുള്ള ഒരു നവഭാരതമാണ് നമ്മുടെ മുന്നിലുള്ളത്. 7.85 ലക്ഷം കോടി രൂപയുടെ ഈ ബജറ്റ് വെറുമൊരു ചിലവാക്കലല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള നിക്ഷേപമാണ്.